ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു സഞ്ചാരിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ജനപ്രിയ നായകൻ ദിലീപ് ഏട്ടന്റെ വീട്ടിലേക്കാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇപ്പൊ നമ്മൾ ഇതാ കറക്റ്റ് ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്നും യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടുന്ന് വളരെ അടുത്താണ് നമ്മുടെ ദിലീപ് ഏട്ടന്റെ വീട്. പിന്നൊരു കാര്യം, ഇതൊരു സിംഗിൾ ഷോട്ട് വീഡിയോ ആയതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് റൂട്ട് മനസ്സിലാകുള്ളൂ. നമ്മുടെ ദിലീപ് ഏട്ടന്റെ വീടിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ ആലുവ മഹാദേവ ക്ഷേത്രത്തിന് മുന്നിലൂടെ പെരിയാർ നദി ഒഴുകുന്നുണ്ട്. അപ്പൊ പറഞ്ഞു വന്നത്, ക്ഷേത്ര നടയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ദിലീപ് ഏട്ടന്റെ വീട് കാണാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും അറിയാം, നീണ്ട ഒരു 9 വർഷക്കാലത്തിന് ശേഷം ഇന്നലെയായിരുന്നു നമ്മുടെ ദിലീപ് ഏട്ടന്റെ കേസിലെ വിധി വന്നത്. ഇന്നലെ കോടതി വിധി പറയുന്ന ദിവസമായതുകൊണ്ട് തന്നെ ദിലീപ് ഏട്ടന്റെ വീട്ടിലും പരിസരത്തും എല്ലാം നല്ല തിരക്കായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ യാത്ര ഇന്നത്തേക്കാക്കിയത്. അപ്പൊ നമ്മളിതാ ഏകദേശം ദിലീപ് ഏട്ടന്റെ വീട് എത്താറായിട്ടുണ്ട്. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാൽ മാത്രമേ കറക്റ്റ് വഴി നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ദിലീപ് ഏട്ടന്റെ സിനിമകൾ നമുക്ക് എന്നും പ്രിയപ്പെട്ടതാണല്ലേ. അതുകൊണ്ട് തന്നെയാണ് ജനപ്രിയ നായകൻ എന്ന ടൈറ്റിൽ അദ്ദേഹത്തിന് കിട്ടിയത്. ഏത് സിനിമ എടുത്ത് നോക്കിയാലും അതിനൊരു റിപ്പീറ്റ് വാല്യൂ ഉണ്ടാവും. എത്ര കാലം കഴിഞ്ഞാലും വീണ്ടും വീണ്ടും കാണാനും തോന്നും. പറഞ്ഞ് നമ്മളിതാ ആലുവ ശിവക്ഷേത്രത്തിലേക്കുള്ള വഴിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് പക്ഷെ അമ്പലത്തിലേക്ക് പോകുന്ന മെയിൻ വഴിയല്ല, മെയിൻ വഴി വേറെയുണ്ട്. പക്ഷെ ഈ വഴിയിലൂടെയാണ് നമ്മുടെ ദിലീപ് ഏട്ടന്റെ വീട്ടിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുക. ഇപ്പൊ നമുക്ക് ദൂരെ നിന്നൊരു പാലം കാണാൻ പറ്റുന്നുണ്ടല്ലോ. ആ പാലം ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആലുവ മഹാദേവ ക്ഷേത്രത്തിലേക്ക് എത്താം. അങ്ങനെ ഫൈനലി നമ്മളിതാ ദിലീപ് ഏട്ടന്റെ വീടിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പൊ കാണുന്നത് ഈ വീടാണ് ദിലീപ് ഏട്ടന്റെ വീട്. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.